UDF പ്രവേശനത്തിന് പിന്നാലെ PV അൻവറിനെ സ്വാഗതം ചെയ്ത് കോഴിക്കോട് ബേപ്പൂരിലും പാലക്കാട് പട്ടാമ്പിയിലും ഫ്ലക്സ് ബോർഡുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്വാഗതം ചെയ്താണ് രണ്ടിടത്തും ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. UDF ആവശ്യപ്പെട്ടാൽ 140 മണ്ഡലങ്ങളിൽ എവിടെ മത്സരിക്കാനും തയ്യാറാണെന്ന് PV അൻവർ പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ സീറ്റായ ബേപ്പൂരിലാണ് PV അൻവറിനെ സ്വാഗതം ചെയ്ത് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. PV അൻവർ ബേപ്പൂരിലെത്തിയാൽ മത്സരം കനക്കുമെന്ന് ബേപ്പൂരുകാർക്ക് ഉറപ്പ്. നല്ല മത്സരം ഉണ്ടാവും. ഫൈറ്റിംഗ് വേണം, വരണം എന്നുള്ളൊരു ഇതുണ്ട്. അദ്ദേഹത്തിന്റെ കഴിവും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും വലിയൊരു മത്സരത്തിന് പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് ആളുകൾ ഫൈറ്റ് നടക്കും. PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കാനെത്തുമെന്ന വിലയിരുത്തലുകൾക്കിടെയാണ് പാലക്കാട് പട്ടാമ്പിയിലും സമാനമായ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. പിണറായി സത്തെ തോൽപ്പിക്കാൻ ഏത് സീറ്റിലും മത്സരിക്കാൻ തയ്യാറാണെന്ന നിലപാടിലാണ് PV അൻവർ. മത്സരം ഇപ്പോൾ 140 മണ്ഡലങ്ങളിൽ എവിടെയാണോ UDF ലീഡർഷിപ്പ് അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞാൽ എവിടെ മത്സരിക്കാൻ ഞാൻ തയ്യാറാണ്. അതേസമയം PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കുന്നത് ഗുണം ചെയ്യുമെന്നാണ് UDF വിലയിരുത്തൽ. പിണറായി സർക്കാരിനെതിരായി വികാരം പ്രകടമാക്കാൻ കൂടുതൽ സാധ്യതയുള്ള മണ്ഡലമാണ് ബേപ്പൂർ. പിണറായി സത്തിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തുന്ന PV അൻവർ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കുന്നത് മറ്റു മണ്ഡലങ്ങളിലും ഗുണം ചെയ്യുമെന്നും നേതാക്കൾ കരുതുന്നു. അതേസമയം UDFിലേക്ക് വന്ന സാഹചര്യത്തിൽ PV അൻവർ സമീപനം മയപ്പെടുത്തണമെന്ന് മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. അൻവർ തീർച്ചയായിട്ടും കുറച്ചുകൂടി സംയമനം പാലിക്കണം. അദ്ദേഹം കുറച്ചുകൂടി ഒരു അനുസരണയുള്ള ഒരു ഘടകകക്ഷിയായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആ രൂപത്തിലുള്ള ചില മാന്യതയോടുകൂടി അദ്ദേഹം പോകണമെന്നാണ്. നിയമസഭാ സീറ്റ് സംബന്ധിച്ച് ചർച്ചകളിലേക്ക് കടന്നിട്ടില്ലെന്നാണ് UDFന്റെ ഔദ്യോഗിക വിശദീകരണം. മീഡിയ 1 കോഴിക്കോട്.